ഹരി ഓം. ദശകം 69 രാസക്രീഡ. ശ്ലോകം 1. കേശപാശധൃതപിഞ്ചികാ വിദതി സഞ്ജലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതം അംഗരാഗഘനസൗരഭം പീതചേലധൃതകാഞ്ചികാഞ്ചിതമുദഞ്ചദംശുമണി നൂപുരം രാസകേളിപരിഭൂഷിതം തവ ഹി രൂപമീശകലയാമഹേ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. കേശ പാശ ധൃത പിഞ്ചികാ വിതതി സഞ്ചലത് മകരകുണ്ടലം. സഞ്ചലത് മകരകുണ്ടലം, സഞ്ചലൻ മകരകുണ്ടലം. കേശപാശധൃത പിഞ്ചികാ വിദതി സഞ്ചലൻ മകരകുണ്ടലം ഹാര ജാല വന മാലികാ ലളിതം അംഗരാഗ ഘന സൗരഭം. ഹാരജാലവനമാലികാലളിതമംഗരാഗഘന സൗരഭം. ഹാരജാലവനമാലികാലളിതമംഗരാഗഘന സൗരഭം. പീത ചേല ധൃത കാഞ്ചികാ അഞ്ചിതം. കാഞ്ചികാ അഞ്ചിതം, കാഞ്ചികാഞ്ചിതം, കാഞ്ചികാ അഞ്ചിതം, കാഞ്ചികാഞ്ചിതം. ഉദഞ്ചത് അംശു മണി നൂപുരം. ഉദഞ്ചദംശുമണി നൂപുരം. പീതചേലധൃത കാഞ്ചികാഞ്ചിതമുദഞ്ചദംശുമണി നൂപുരം. രാസകേളി പരിഭൂഷിതം. രാസകേളിപരിഭൂഷിതം തവ ഹി രൂപം ഈശ. രൂപമീശ കലയാമഹേ. രാസകേളിപരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. കേശപാശധൃതപിഞ്ചികാ വിദതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതമംഗരാഗ ഘനസൗരഭം. പീതചേലധൃതകാഞ്ചികാഞ്ചിതമുദഞ്ചദംശുമണി നൂപുരം രാസകേളിപരിഭൂഷിതം തവ ഹി രൂപമീശകലയാമഹേ. ശ്ലോകം 1 അന്വയവും അർത്ഥവും. അപ്പം ഈ രാസക്രീഡാ വർണ്ണനം ദശമസ്കന്ധത്തിൽ 40 ശ്ലോകം മാത്രമുള്ള 33-ാം അധ്യായമാണ് ഈ ദശകത്തിൻ്റെ അവലംബം. അപ്പോൾ ആ രാസക്രീഡയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെക്കുറിച്ചുള്ള വർണ്ണനയാണ്. അന്വയം നോക്കാം. കേശപാശധൃതപിഞ്ചികാ വിദതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതം അംഗരാഗഘനസൗരഭം. പീതചേലധൃതകാഞ്ചികാഞ്ചിതം ഉദഞ്ചദംശുമണി നൂപുരം രാസകേളിപരിഭൂഷിതം ഈശ തവ ഹി രൂപം കലയാമഹേ. എന്തൊക്കെയാണ്? കേശപാശധൃതപിഞ്ചികാ വിദതി. കേശപാശം, ആ വാർമുടിക്കെട്ടിൽ കണ്ണുള്ള ആ മയിൽപ്പീലികൾ ആ നിർത്തിക്കുത്തിയതായിട്ട്. സഞ്ചലൻ മകരകുണ്ടലം, ആ കിടന്നാടുന്ന ആ മകരകുണ്ടലങ്ങളോട് കൂടിയതായിട്ട്. സഞ്ചലൻ മകരകുണ്ടലം എന്നുവെച്ചാൽ കിടന്നാടുന്ന മകരകുണ്ടലങ്ങളോട് കൂടിയതായിട്ട്. ഹാരജാല വനമാലികാലളിതം. ഹാരജാല വനമാലികാലളിതം, പലതരം മുത്തുമാലകളും വനമാലയും അണിഞ്ഞ് അത്യന്ത സുന്ദരമായി. അംഗരാഗഘന സൗരഭം, ഭഗവാൻ ഒരു കുറിക്കൂട്ടുണ്ട്. ആ കുറിക്കൂട്ടിൻ്റെ ആ കൊഴുത്ത വാസന പരത്തുന്നതായിട്ട്. എന്തൊക്കെയാണ് കുറിക്കൂട്ട് ചേരുന്നതാണ്? എന്തൊക്കെ ചേരുന്നതാണ് കുറിക്കൂട്ട്? കുങ്കുമം, അകിൽ, കസ്തൂരി, ഗോരോചനം,
ചന്ദനം, ഇങ്ങനെ 5 കൂട്ടം ചേർന്നതാണ്. എന്ന് വെച്ചാൽ പഞ്ചാംഗരാഗം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ കുറിക്കൂട്ടിൻ്റെ കൊഴുത്ത വാസന പരത്തുന്നതായിട്ട് പീതചേലധൃത കാഞ്ചികാഞ്ചിതം, പീതചേല, ആ മഞ്ഞപ്പട്ട ആടമേൽ അരഞ്ഞാണം ചാർത്തി ആ ചന്തമിയെന്നതായി ഉദഞ്ചതംശുമണിനൂപുരം, ഉദഞ്ചതംശുമണിനൂപുരം, ആ കതിരുകൾ ഉയരുന്ന മണിച്ചിലങ്കകൾ പൂണ്ടതായി രാസകേളി പരിഭൂഷിതം, ഇങ്ങനെ രാസക്രീഡയ്ക്കു വേണ്ടി സർവാലങ്കാരഭൂഷിതമായി മിന്നുന്ന ഈശ തവ ഹി രൂപം കലയാമഹേ, അല്ലയോ ഭഗവാനെ അവിടുത്തെ പ്രസിദ്ധമായ രൂപത്തെ ധ്യാനിച്ചു കൊള്ളുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? മയിൽപ്പീലികളാൽ അലങ്കരിക്കപ്പെട്ട വാർമുടിക്കെട്ടോടുകൂടിയതായി ഇളകിയാടുന്ന മകരമത്സ്യാകൃതിയിലുള്ള കുണ്ടലങ്ങൾ അണിഞ്ഞതായി സുന്ദരങ്ങളായ മുത്തുമാലകളോടും വനമാലയോടും കൂടിയതായി. പിന്നെ ആ കുറിക്കൂട്ട് എന്തൊക്കെയാണ്? കുങ്കുമം, അകിൽ, കസ്തൂരി, ഗോരോചനം, ചന്ദനം എന്നീ അംഗരാഗങ്ങളുടെ സൗരഭ്യം നിറഞ്ഞതായിരിക്കുന്നതായിട്ട് മഞ്ഞപ്പട്ടുടയാട ചാർത്തി അതിൻ്റെ പുറത്ത് ആ ബന്ധിച്ചിരിക്കുന്ന മണിമയിയായ കാഞ്ചിയുടെ കാന്തിയോടുകൂടിയതായി രശ്മികൾ ഉതിർക്കുന്ന മണിച്ചിലങ്കകൾ അണിഞ്ഞതായി രാസക്രീഡയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന അങ്ങയുടെ ദിവ്യ മനോഹര രൂപത്തെ ഞങ്ങൾ ഉപാസിക്കുന്നു. കേശപാശധൃതപിഞ്ചികാവിദതി സഞ്ജലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിത അംഗരാഗഘനസൗരഭം പീതചേലധൃതകാഞ്ചികാഞ്ചിത ഉദഞ്ചദംശുമണിനൂപുരം രാസകേളിപരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ.